കെറ്റമെലോൺ ഡാർക്ക്നെറ്റ് ലഹരി ശൃംഖല കേസിൽ NCB കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രത്തിലെ നിർണായക വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. UK-യിൽ നിന്നാണ് കേസിലെ മുഖ്യപ്രതി എഡിസന് പ്രധാനമായും LSD സ്റ്റാമ്പുകൾ എത്തിയത്. എന്നാൽ ഇയാൾക്ക് കെറ്റമെലോൺ ലഭിച്ചത് ഇന്ത്യയിൽ നിന്ന് തന്നെയെന്നും NCB പറയുന്നു. രാഗിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ, കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ. കെറ്റമെലോൺ ഡാർക്ക്നെറ്റ് ലഹരി ശൃംഖല കേസ്, അതിൽ എഡിസൺ അതോടൊപ്പം തന്നെ സുഹൃത്ത് അരുൺ തോമസ് എന്നിവരെ NCB നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്. അതിൽ സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ എഡിസണ് ഇത്തരത്തിൽ ഈ ലഹരി കിട്ടിയത് വിദേശത്ത് നിന്ന് UK-യിൽ നിന്നാണ് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. UK-യിൽ നിന്നാണ് പ്രധാനമായും ലഹരി വന്നത്. അത് നൽകിയത് അല്ലെങ്കിൽ അത് വാങ്ങി അയച്ചിരിക്കുന്നത് സന്ദീപ് എന്ന് പറയുന്ന ആളാണ്. ചേന്നമംഗലം സ്വദേശിയാണ്. സന്ദീപ് UK-യിലാണുള്ളത്. സന്ദീപാണ് ഇത് അയച്ചു കൊടുത്തിരുന്നത്. അങ്ങനെ കിട്ടുന്ന ലഹരി ഇയാൾ ഇവിടെ അടക്കം വ്യാപകമായി വിതരണം ചെയ്തിരുന്നു. ഡാർക്ക്നെറ്റ് വഴി ഒരു വിൽപ്പനക്കാരനെ ഇന്ന് വിതരണം ചെയ്തിരുന്നു. അങ്ങനെ കിട്ടുന്ന പണം അത് ക്രിപ്റ്റോ കറൻസി ആയാണ് ഇയാളുടെ കയ്യിലേക്ക് വന്നിരുന്നത്. അത് നേരെ ഓസ്ട്രേലിയയിലുള്ള ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്ക് അയക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇന്ത്യൻ രൂപയാക്കി തിരിച്ച് ഇവിടേക്ക് വരും. തുടർന്ന് വിവിധ അക്കൗണ്ടുകളിലേക്ക് പോകും. ഇങ്ങനെയായിരുന്നു രീതി എന്നാണ് ഇപ്പോൾ NCB സംഘം അടക്കം വ്യക്തമാക്കുന്നത്. 4 പേരാണ് ഈ കേസിൽ പ്രതികളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 പേരെ പിടികൂടിയിട്ടുണ്ട്. ബാക്കി 2 പേർ വിദേശത്താണ്. നേരത്തെ സൂചിപ്പിച്ച സന്ദീപും ഹരികൃഷ്ണനും. ഇവർക്കായി റെഡ് കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നാണ് NCB വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ. എന്തായാലും ഇവരെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും ഉടൻ നടത്തും. ഈ ഡാർക്ക്നെറ്റ് വഴിയാണ് ഇത്തരത്തിൽ വ്യാപകമായി ഏകദേശം 1000-നടുത്ത് ലഹരി ഇടപാടുകളാണ് എഡിസൺ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത്. അങ്ങനെ കിട്ടിയ പണം വീട്ടുമുറ്റത്തെ കെട്ടിട നിർമ്മാണത്തിലടക്കം എഡിസൺ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും NCB കണ്ടെത്തിയിരുന്നു. എന്തായാലും വ്യാപകമായ രീതിയിൽ ഇത്തരത്തിൽ പാഴ്സലുകളായി ഇത്തരത്തിൽ അയക്കുകയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഡാർക്ക്നെറ്റിൽ ഒരു വലിയ ലഹരി ഇടപാടിന് നേതൃത്വം കൊടുക്കുകയാണ്. കെറ്റമെലോൺ എന്നൊരു ശൃംഖല തന്നെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇയാൾ ഇത് ചെയ്തതെന്നടക്കമുള്ള വിവരങ്ങളാണ് NCB സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി.